വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് അറിയാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. എന്താണെന്ന് അറിയുക പോലും ചെയ്യാതെ. ദാറ്റ് ഈസ് ഫെയ്ത്ത്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എക്സ്പെക്ട് സംതിങ് യു ഹാവ് നെവർ സീൻ. വെൻ യു ടോട്ടലി ട്രസ്റ്റ് യു ഡു നോട്ട് ഈവൻ വാണ്ട് ടു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം പോലും നമ്മുടെ തന്നെ നഷ്ടപ്പെടും. ഇപ്പം അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അവരുടെ യജമാനൻ, അവരുടെ ഗുരു, അവരുടെ പിതാവ്, അവരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഉയരത്തുനിന്നുള്ള ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ആ ഗുരു പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തം അതെങ്ങനെ വരുമെന്ന് അറിയാതിരുന്നിട്ടും അവർ അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനായി അവരെ തന്നെ ഒരുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ മറ്റെല്ലാം മറന്നു. മറ്റൊരു കാര്യത്തെക്കുറിച്ച് അവിടെ എല്ലാം ഉത്സവം നടക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? പെന്തക്കോസ്ത് ഉത്സവം നടക്കുകയാണ് അല്ലേ? യെരുശലേമിൽ ഭയങ്കര പെസഹായ്ക്ക് ശേഷമാണ് ശരിക്കും ആഘോഷമെല്ലാം ഉണ്ടാകും. ഇവിടെ അങ്ങനെയാണല്ലോ. പാഷന് ശേഷം എന്തുണ്ടാകുന്നു? വലിയ ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അവർ 40 ദിവസമായിട്ട് അവിടെ തമ്പടിച്ചിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ 50ാമത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ദീസ് ലാസ്റ്റ് 10 days അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നൊക്കെ നേരമാണ്. നേരത്തെ വരുമ്പോഴേയാണ് സാധനമൊക്കെ വാങ്ങിക്കുന്നത്. ഇവർ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ്. അവരുടെ യെരുശലേമിൽ വലിയ ട്രേഡ് ഫെയർ നടക്കുകയാണ്. ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും വിഷയമല്ല. കാര്യം അവരുടെ പിതാവ് പറഞ്ഞ അവരുടെ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. യു ഹാവ് ടു വെയിറ്റ് അപ്പോൺ മീ സോ ദാറ്റ് ഐ ഷാൽ സെൻഡ് യു ദ ഗിഫ്റ്റ് ഓഫ് ദ ഫാദർ ഓർ ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. പരിശുദ്ധാത്മാവെന്ന പിതാവിൻ്റെ വാഗ്ദത്തം ഞാൻ അയച്ചു തരും. അവരുടെ സെലിബ്രേഷൻ ഒന്നും പോയില്ല. They did abstain from the colorful celebrations of the festival. And even they closed their eyes for the splendor of the Vanity Fair. അവിടുത്തെ മായ ചന്തയിലെ ഓരോരോ കാര്യങ്ങൾക്ക് നേരെ അവർ കണ്ണുകൾ അടച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, they closed their ears for the deceptive chanting of the pleasures of this world. വഞ്ചിക്കുന്ന the pleasures of this world. If you hear the voice of the pleasures of this world, then you cannot say that I am actively waiting upon the Lord. നമ്മളെങ്ങനെയാണെന്നറിയാം, നമ്മൾ പല സമയത്തും സഭായോഗത്തിന് വരുമ്പോഴോ അല്ലെങ്കിൽ കാത്തിരിപ്പ് യോഗം നടക്കുമ്പോഴോ 1.5 മണിക്കൂർ നേരത്തേക്ക് വന്നിരുന്ന് കാത്തിരിക്കുന്ന യോഗമല്ല കാത്തിരിപ്പ് യോഗം. You should understand. We have to abstain from all the colorful celebration. We have to abstain. We have to close our eyes for the splendor of the Vanity Fair. And we have to close our ears for the deception or deceptive chanting of the pleasures of this world. Yes, all the world was nothing for them. ലോകം അവർക്കൊന്നും അല്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ബാക്കി എല്ലാ ശബ്ദത്തിനും നേരെ നമ്മൾ കാത് പൂട്ടിയാലേ മറ്റു പറ്റുകയുള്ളൂ. You understand what I say? പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? We hear a lot of voices and പിന്നെ നമ്മൾ പറയുന്നത് അറിയാം, നമ്മുടെ ചെവി എല്ലാത്തിനും വേണ്ടി തുറന്നിരുന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. And if you want to see the visions of God, then certainly you have to close your eyes towards all the other scenes of this world. ലോകത്തിൻ്റെ മറ്റെല്ലാ കാഴ്ചകൾക്കും നേരെ കണ്ണടയ്ക്കുന്നവന് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് ശരിക്കും ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമുണ്ടാകുന്നത്. കർത്താവോട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവയെ അത് തിരിച്ചറിയും. എങ്ങനെയാണ് ആടുകൾ ശബ്ദം തിരിച്ചറിയുന്നത്? ആടുകൾ ശബ്ദം തിരിച്ചറിയുന്ന ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു പേരിട്ട് അമ്മണിക്കുട്ടി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ പേര് സാലിക്കുട്ടി എന്നായിരുന്നു വെച്ചു. പിറ്റേ ദിവസം നമ്മൾ അമ്മണിക്കുട്ടി എന്ന് വിളിച്ചാൽ ഉടനെ ആടൊന്നും ഓടി വരത്തില്ല. Gradually to understand who the master is, who the shepherd is. And finally, what happens? അതിനുശേഷം ആ ശബ്ദം മനസ്സിലാവും. ഒരു പക്ഷേ അമ്മണിക്കുട്ടി എന്ന് വിളിച്ച് തീറ്റി കൊടുത്ത് കാണും, വെള്ളം കൊടുത്ത് കാണും, തലോടി കാണും. അപ്പോൾ അത് മനസ്സിലാക്കി എൻ്റെ ഷെപ്പേർഡ്, എൻ്റെ ഇടയൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ പെരിയ ആട്ടിൻകുട്ടി എന്ന് മനസ്സിലാക്കുന്നു. ആ ശബ്ദം തിരിച്ചറിയും. പിന്നെ ദൂരേന്നാണെങ്കിലും ഇടയനെ കണ്ടില്ലെങ്കിലും അമ്മണിക്കുട്ടി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഈ ആടിനെയൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ആട് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് നിന്നിട്ട് ഈ ചെവിയൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുന്നതാണ്. റൈറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറ്റത്തൊന്നുമില്ല. എന്താണെന്നറിയാം അതിൻ്റെ കാര്യം? പ്രായവർക്ക് കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇല്ലേ? പെട്ടെന്ന് ചെവി കൊടുത്തിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇറ്റ് ക്ലോസസ് ഇറ്റ്സ് ഇയേഴ്സ് ടു ഓൾ ദി അതർ വോയിസസ്. ബാക്കിയുള്ള എല്ലാ ശബ്ദത്തിനും നേരെ അതെന്ത് ചെയ്യുകയാണ്? കാതടയ്ക്കുക. ബാക്കിയുള്ള ശബ്ദത്തിനെല്ലാം നേരെ അത് ചെവി അടയ്ക്കുക. ആൻഡ് ഇറ്റ് ഹിയേഴ്സ് ഓൺലി ദ വോയിസ് ഓഫ് ഇറ്റ്സ് ഷെപ്പേർഡ്, ഓൺലി ദ വോയിസ് ഓഫ് ഇറ്റ്സ് മാസ്റ്റർ. പിന്നെ അത് ആകെ കേൾക്കുന്ന ശബ്ദം എന്തുമാത്രമാണ്? എന്താണ്? ഇടയൻ്റെ. അല്ലെങ്കിൽ 1000 ശബ്ദത്തിനിടയ്ക്ക് ഇടയൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വി ഹിയർ എ ലോട്ട് ഓഫ് വോയിസസ്. നമ്മൾ ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, വീടിൻ്റെ ശബ്ദം കേൾക്കുന്നു, കുടുംബത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, നമ്മളുടെ ലുലു സെൻറ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ
ഓൾ കൈൻഡ് ഓഫ് വാട്ട് ഓൾ തിങ്സ്. ഇതിൻ്റെ എല്ലാം കൂടെ ശബ്ദത്തിനിടയ്ക്ക് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുന്നില്ല? യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ഇഫ് യു ആർ ഗിവിങ് യുവർ ഇയർ ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ദെൻ സർട്ടൻലി യു കനോട്ട് ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. പിന്നെ അത് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനോട് കർത്താവ് സംസാരിക്കാതിരിക്കുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ വിഷയം. ഗോഡ് ഓൾവേസ് സ്പീക്ക് ആൻഡ് വി ഡു നോട്ട് ഹിയർ. ഇറ്റ് ഇസ് നോട്ട് ദ പ്രോബ്ലം വിത്ത് ഗോഡ്. കർത്താവ് സംസാരിക്കുന്നെന്ന് പറയരുത് ദയവ്. ഹീ സ്പീക്സ് ബട്ട് വി സെൽഡം ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ് ബിക്കോസ് വി ഹിയർ ദ വോയിസ് ഓഫ് മെനി അതർ തിങ്സ്. We hear the voice of many other things and we fail to hear the voice of the Lord. What I'm asking, ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതാ. Let us close our ears to the voice of this world, of pleasures, of comforts. നമ്മുടെ ഈ സുഖങ്ങളും സൗകര്യങ്ങളും സാത്താൻ പറയുന്ന കള്ളങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 90% time we believe the lie of Satan. സാത്താൻ നമ്മളോട് പറയുന്ന 100 കൂട്ടം കള്ളങ്ങളുണ്ട്. ആ കള്ളങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ we cannot hear the voice. സത്യാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിശാചിൻ്റെ ശബ്ദത്തോട്, സാത്താൻ്റെ ശബ്ദത്തോട് നമ്മൾ കാതുപൂട്ടുന്നവരായിരിക്കണം. ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവന്, ലോകത്തെ സ്നേഹിക്കുന്നവന് പിതാവിൻ്റെ സ്നേഹം ഇല്ല. ലോകത്തെയും പിതാവിനെയും നിങ്ങൾക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയത്തില്ല. സംതിങ് ഗോഡ് സേസ് വെരി കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒത്തിരി മൈൽഡ് ആക്കും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പണത്തെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് പ്രയാസമാണ്. നമ്മൾ പറയുന്നത് ബ്രദറെ വലിയ പ്രയാസമാണ്, പൈസയും ദൈവവും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യം വലിയ പ്രയാസമാണെന്നല്ല കർത്താവ് പറഞ്ഞത്, നടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. നടക്കത്തില്ലെന്ന് കർത്താവ് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അതിന് യാതൊരു സംശയമില്ല. ഒന്നുകിൽ നീ കുറച്ച് കഴിയുമ്പോൾ പൈസ കളയും, ദൈവത്തെ എടുക്കും, അല്ലെങ്കിൽ ദൈവത്തെ കളഞ്ഞാൽ പൈസ എടുക്കും. അതൊരു ഫാക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി, എനിത്തിങ്. യു കനോട്ട് സെർവ് 2 masters അറ്റ് എ ടൈം. കനോട്ട് എന്നുള്ള വാക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നൊക്കെ ആക്കുന്നുണ്ടല്ലോ. ദൈവവചനത്തോട് നമ്മൾ പറയുന്നത്, ദൈവവചനത്തോട് ബ്രദറെ കൂട്ടുകൂട്ടാൻ അപ്പോക്രിഫ ചേർക്കുന്ന പറഞ്ഞാൽ എന്തൊരു പ്രശ്നമായിരുന്നു ഇല്ലേ? അപ്പോക്രിഫ ചേർക്കുന്നതിനേക്കാളും ദോഷമാണ് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ മൈൽഡ് ആക്കുന്നത്. ദൈവവചനത്തോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെ. അക്ഷരം കൂട്ടുന്നതിനേക്കാൾ വലുതല്ലയോ ആശയം കൂട്ടുന്നത് ഇല്ലേ? അവരിതിനകത്ത് കുത്തിക്കെട്ടിന്നുള്ള ഞാനോട്ട് വായിക്കാൻ പോകുന്നു. ഞാനിത് വേണമെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിനകത്ത് 2 അക്ഷരം കൂട്ടിക്കെട്ടിയാലും കൂട്ടിക്കെട്ടുന്നത് പോലല്ല നമ്മൾ പ്രസംഗത്തിലൂടെയും അല്ലേ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിനകത്ത് 90% ആളുകളും ദൈവവചനത്തോട് കൂട്ടിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് കുറച്ചാണ് പറയുന്നത്. അന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ബിക്കോസ് യു നോ, നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വലിയ പരുക്കില്ലാതെ തിരിച്ചു പോകാനും ഈ രണ്ടുമുണ്ട്. വലിയ പരുക്കില്ലാതെ തിരിച്ചു പോകാനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു ഇല്ലേ? നമുക്ക് 2 കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവർ ലോകത്തെ കംപ്ലീറ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അവർ പറഞ്ഞു, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ലോകം നമുക്ക് യോഗ്യമല്ലെന്ന്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകക്കാരല്ല. നമ്മൾ ലോകക്കാരല്ല, നമ്മൾ ലോകത്തിൻ്റെ ആളുകളല്ല. അപ്പോൾ അതിനകത്ത് 120 ഒരാളും ബലൂണും പിപ്പിയും വാങ്ങിക്കാൻ പോയില്ല. They were all sitting together. They said, no, we will close our eyes towards the scenes, the colorful festival. Don't care what all things happening outside. We don't care. അതെനിക്ക് വിഷയമല്ല. They were sitting. അവർ ശിഷ്യന്മാർ ഒരു കാര്യം മാത്രം നോക്കി, ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചു. സംഹൗ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കും. അവർ വിശപ്പ് മറന്നു, ദാഹം മറന്നു. ഇപ്പോഴവരുടെ വിശപ്പും ദാഹവും എല്ലാം ആത്മാവിന് വേണ്ടി മാത്രമാണ്. അവർ അസൂയ മറന്നു. നിനക്കെന്തോ ഉണ്ട് എനിക്കെന്തോ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നു. നീ തിരിച്ചു പോകുമ്പം നീ എങ്ങനെ കുതിരയുടെ പുറത്താണോ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അവർ മറന്നു. ഈവൻ വാട്ട് ഓൾ തിങ്സ് ദേ ലെഫ്റ്റ് അറ്റ് ഗലീലി. ഇവർ ഗലീലിയിൽ നിന്നുള്ളവരാണ്. ഇവർ നൗ ദേ ആർ സിറ്റിംഗ് ഇൻ ജെറൂസലേം. ഗലീല എന്ന് പറയുന്നത് വളരെ 3 ദിവസം യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലമാണ് ഇല്ലേ? അവർ വീട്ടിൽ ആരോഗ്യം ഇട്ടേച്ച് പോകുന്നുള്ള കാര്യം അവർ മറന്നു. വീട്ടിലെ പുറകുവശത്തെ ഡോർ അടച്ചേച്ചാണോ പോകുന്നുള്ള കാര്യം അവർ ദേ ജസ്റ്റ് ഇഗ്നോർഡ് എവറിത്തിങ് ബിക്കോസ് ദേ ഹാഡ് സംതിങ് മോർ ദാൻ ദാറ്റ്. അവർ പറഞ്ഞ് അവരുടെ വീട് ആരെങ്കിലും തല്ലിപ്പൊളിച്ച് കൊണ്ടുപോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അവിടുത്തെ എൻ്റെ കഴുത ആരെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. അതൊന്നും അവർക്ക് വിഷയമല്ലാതായി. അവർക്ക് അന്യോന്യമുള്ള സ്നേഹം ഒഴി മറ്റൊന്നുമില്ല. നോ ജലസി, നോ സ്ട്രൈഫ്, നോ പാർട്ടി സ്പിരിറ്റ്. സി, ദേ വർ സിറ്റിംഗ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് അല്ലേ? വീട്ടിൽ നിന്ന് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പാർട്ടി സ്പിരിറ്റ്, ഒരുമിച്ച് കൂടുമ്പോൾ ജലസിയ, ഒരുമിച്ച് കൂടുമ്പോൾ സ്ട്രൈഫ്, വഴക്കുണ്ടാക്കുന്നു അല്ലേ? ചില ആളുകൾ പറയും എന്തിനെങ്ങനെ കൂടുന്നു, കൂടിയാൽ വഴക്കാം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി ഒരിക്കൽ കേട്ടിട്ടുണ്ട്. ഒരു തമാശയാണ്, നടക്കുന്ന കഥയൊന്നും അല്ല കേട്ടോ. സാത്താൻ ഒരു ദിവസം രാത്രി അതിൽ നടന്നു കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാത്രിയിലായിരുന്നു
അവന് ക്ഷീണം വന്നപ്പോൾ ഒരു മതിലെ കയറി കിടന്ന് ഉറങ്ങി. ഉണർന്നപ്പോൾ ചില താമസിച്ചു പോയി. നേരെ വെളുത്ത് കഴിഞ്ഞപ്പോൾ അന്നേരം ഇത് കണ്ടതൊരു പെന്തക്കോസ്ത് സഭയുടെ ഹോളിൻ്റെ താഴെ കിടക്കുന്ന ബോർഡ് നോക്കിയപ്പം ഞാൻ IPC-ക്കാരനാണല്ലോ, ഇന്ത്യ പെന്തക്കോസ്ത് സഭ എന്ന് കണ്ടെന്ന് വെച്ചു. അപ്പം സാത്താൻ പെട്ടെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്നതല്ല, കാര്യം ഞായറാഴ്ച രാവിലെയാണ്. കുറച്ച് കഴിഞ്ഞ് അമ്മമാരെല്ലാം കൂടെ വരും. വന്നു കഴിഞ്ഞാൽ ആരാധിക്കുന്നുണ്ടല്ലോ എൻ്റെ പ്രശ്നം. ആരാധിച്ച് കഴിയുമ്പോൾ സ്വാഭാവികം കഴിഞ്ഞാൽ എന്തുണ്ടാകും? കമ്മിറ്റി ഉണ്ടെങ്കിൽ അടി ഉണ്ടാകും, ഒടി പഴി എനിക്ക് വിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് പോകുന്നതാ നല്ലത്, ഇല്ലേ? സാധാരണ കുറ്റം പറയാൻ വേണ്ടി കൂടുന്നത് തന്നെ എന്തിനാണ്? വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനുമായിട്ട്. ബട്ട് they were sitting together and there was no jealousy, no strife, no party spirit. They loved each other. They were looking just for one thing. They had an earnest desire for the Holy Spirit. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അതിയായ അഭിവാഞ്ചയോടുകൂടെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യം. ദാറ്റ് ഈസ് വെയിറ്റിംഗ്, അല്ലാതെ മറ്റൊന്നുമില്ല. ദേ കുഡ് sometimes I wonder how could they hear the voice of the wind and all the other people they fail to hear it. അവിടെ യെരൂശലേമിൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു, അവർ കാറ്റിൻ്റെ ശബ്ദമൊന്നും അവർ കേട്ടില്ല, അല്ലേ? How could they see the tongues of fire? It's only one reason for that. അവർ മറ്റൊരു ശബ്ദവും കേൾക്കാൻ നോക്കിയിരുന്നില്ല. അവർ മറ്റൊരു കാഴ്ചയ്ക്കായും കാത്തിരുന്നില്ല. അവർ മറ്റെല്ലാ കാഴ്ചകൾക്കും നേരെ കണ്ണടച്ചതുകൊണ്ട് അവർക്ക് അഗ്നിനാവുകൾ പ്രത്യക്ഷമായപ്പോൾ അത് കാണാനായിട്ട് കഴിയും. അവർ മറ്റെല്ലാ ശബ്ദത്തിനും വേണ്ടി കാതുപൂട്ടിയിരുന്നത് കൊണ്ട് അവർക്ക് കൊടിയ കാറ്റടിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ശ്രവിക്കാനായിട്ട് പറ്റി. പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്. നമ്മളുടെ we have to actively wait. They could not and they did not and even they could not see other things. അവർ കണ്ടില്ലെന്ന് തന്നെയല്ല, അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ ഹൃദയം കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അല്ലാതെ മറ്റൊന്നും അവരുടെ മനസ്സിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വലപ്പെടുത്തി 2-ാം അധ്യായം 1-ാം വാക്യം, when the day of Pentecost had come, they were all together. എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. They were together in one place, together. Blessings are only for those who stay on a ridge, like ഈ ചിതറിക്കിടക്കുന്നവർക്ക് വേണ്ടിയല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പലപ്പോഴും കർത്താവ് അയച്ചു കൊടുക്കുന്നത്. When they were together in one place. റിച്ചാർഡ് ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട്. ബേസിക്കലി ഹീസ് എ ക്വൈക്കർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കടൽപ്പാലം, റിഡ്ജ് എന്ന് പറയുമ്പോൾ കടൽപ്പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 സൈഡിലും കടലാണ്. എ നാരോ ബ്രിഡ്ജ്, ലൈക്ക് അല്ലേ? അത് ഇവിടെ ഉള്ളവർ കുറച്ചുകൂടെ അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? റിഡ്ജ് അങ്ങനല്ലേ, റൈറ്റ്? 2 സൈഡിലും കടലാണ്, ഒരു നാരോ ബ്രിഡ്ജ്. ഈ റിച്ചാർഡ് ഫോസ്റ്റർ പറഞ്ഞത്, ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ആർ ലൈക്ക് ദിസ് റിഡ്ജ്. അതിനിടത്തോട്ട് പോയാലും കടലാണ്, വലത്തോട്ട് പോയാലും കടലാണ്. തങ്ങളെ തന്നെ ഈ ഇടുങ്ങിയ ആ പാലത്തേൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവ അനുഗ്രഹങ്ങളെ ചൊരിയുന്നത്. അതാ സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. വൈ പ്രയർ ഈസ് നീഡഡ്, വൈ ഫാസ്റ്റിംഗ് ഈസ് നീഡഡ്. ദീസ് ആർ ഓൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. ഒത്തിരി ഉണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിൻസ്. ഇറ്റ്സ് എ ബിഗ് ബുക്ക്. ഇഫ് യു ഗെറ്റ് എ കോപ്പി ഓഫ് ഇറ്റ്, ജസ്റ്റ് ട്രൈ ടു റീഡ് ഇറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. വളരെ നല്ല പുസ്തകമാണ്. സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ. സെലിബ്രേഷൻ അല്ലാതെ ബേർഡൻ അല്ല, ഡിസിപ്ലിൻ്റെ ബേർഡൻ അല്ല.